Hello everyone, welcome to EDFIL Learning. December 2025 നെറ്റ് പേപ്പർ 2 സൈക്കോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ENLITE എന്ന് പറയുന്ന EDFILന്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ തേർഡ് മൊഡ്യൂളിലെ രണ്ട് പാർട്ടുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് PYQ അനാലിസിസ് പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ മെയിനായിട്ട് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ടെസ്റ്റ് ഡെവലപ്മെൻറ്റിൽ കൺസെപ്ച്വലൈസേഷൻ, അതായത് പ്ലാനിങ് സ്റ്റേജ്, കൺസ്ട്രക്ഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ്, വാലിഡേഷൻ ആൻഡ് റിഫൈൻമെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേജ്. അപ്പം ടോട്ടാലിറ്റിയിൽ നമ്മളിന്ന് ടെസ്റ്റ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ വരുന്നുണ്ട്, ടെസ്റ്റ് കൺസെപ്ച്വലൈസേഷൻ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, വാലിഡേഷൻ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PYQ അനാലിസിസിൻ്റെ ബേസിലുള്ള നമ്മൾ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് PYQ, arrange the following steps involved in test construction in chronological order. ഒക്ടോബർ 2022 ചോദിച്ച ചോദ്യമാണ്. ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് അസെൻഡിങ് ഓർഡറിൽ. അപ്പം ഫസ്റ്റ് വരുന്നത് മുതൽ ലാസ്റ്റ് വരുന്നത് വരെ ഏതൊക്കെ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? സ്പെസിഫൈയിങ് കൺസ്ട്രക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇവാലുവേറ്റിംഗ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ടെസ്റ്റ്, choosing a method, deciding test function, designing item content. അപ്പം ഇങ്ങനത്തെ 5 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് കോഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സൈക്കോളജി ഇസ് എ സയൻറ്റിഫിക് പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് 3 ബ്രോഡ് സ്റ്റേജസ്. അപ്പം ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മെയിൻലി 3 ബ്രോഡ് സ്റ്റേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? കൺസെപ്ച്വലൈസേഷൻ, അതായത് നമ്മളുടെ പ്ലാനിങ് സ്റ്റേജ്. ഓക്കെ. സെക്കൻഡ് വൺ കൺസ്ട്രക്ഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജും. വാലിഡേഷൻ ആൻഡ് റിഫൈൻമെൻറ്റ്, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേജ്. അപ്പം കൺസെപ്ച്വലൈസേഷൻ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ വരുന്നുണ്ട്, വാലിഡേഷൻ ആൻഡ് റിഫൈൻമെൻറ്റ്. അപ്പം അങ്ങനെ 3 സ്റ്റേജസ് ബ്രോഡ് കാറ്റഗറീസ് ആയിട്ടാണ് നമ്മുടെ ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുക. ദ ഗോൾ ഈസ് ടു ഡെവലപ്പ് എ റിലയബിൾ, വാലിഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ. അപ്പം നമ്മുടെ ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് റിലയബിൾ ആയിട്ടുള്ള, വാലിഡ് ആയിട്ടുള്ള, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൂള് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ക്യാൻ ആക്യുറേറ്റ്ലി മെഷർ എ സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേജ് 1 കൺസെപ്ച്വലൈസേഷൻ, പ്ലാനിങ് സ്റ്റേജ്. എന്താണ്? ദിസ് സ്റ്റേജ് ഫോക്കസ് ഓൺ ദ തിയററ്റിക്കൽ ആൻഡ് കൺസെപ്ച്വൽ ഗ്രൗണ്ട് വർക്ക്. അപ്പം തിയററ്റിക്കൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഗ്രൗണ്ട് വർക്ക് ആണ് ഈ ഒരു സ്റ്റേജിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മളുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺസെപ്റ്റ്, നമ്മുടെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡിഫൈനിങ് വാട്ട് യു വാണ്ട് ടു മെഷർ, എന്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യണം, വൈ യു വാണ്ട് ടു മെഷർ. ഓക്കെ, വാട്ട് യു വാണ്ട് ടു മെഷർ, വൈ യു വാണ്ട് ടു മെഷർ ആൻഡ് ഹൗ യു പ്ലാൻ ടു ഡു സോ. അപ്പം എന്താണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത്, എന്തിനാണ് നിങ്ങളത് മെഷർ ചെയ്യുന്നത്, എങ്ങനെ നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ കൺസെപ്ച്വലൈസേഷൻ സ്റ്റേജിൽ മെയിനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് യു വാണ്ട് ടു മെഷർ, വൈ യു വാണ്ട് ടു മെഷർ, ഹൗ യു പ്ലാൻ ടു ഡു സോ. ബിഫോർ റൈറ്റിംഗ് എ സിംഗിൾ ക്വസ്റ്റ്യൻ ഓർ ഐറ്റം, the researcher must have a clear conceptual map of the construct, trait, behavior or attitude being measured. അപ്പം നമ്മളൊരു സിംഗിൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഐറ്റം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുകയാണെന്നതിന് മുന്നേ നമുക്ക് അല്ലെങ്കിൽ ആ റിസർച്ചർ എന്തായിരിക്കണം, അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള കൺസെപ്ച്വൽ മാപ്പ് ഉണ്ടായിരിക്കണം. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് അവർക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം ഓഫ് ദ കൺസ്ട്രക്ട്. അപ്പം ട്രെയ്റ്റോ ബിഹേവിയറോ ആറ്റിറ്റ്യൂഡോ നിങ്ങൾ എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് കൺസെപ്ച്വലൈസ്ഡ് ആയിട്ട് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് കൺസെപ്ച്വലൈസേഷനിൽ വാട്ട്, വൈ ആൻഡ് ഹൗ എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സിൻ്റെ ബേസിലാണ് നമ്മുടെ ഫസ്റ്റ് PYQ ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദ സ്പെസിഫൈയിങ് ദ കൺസ്ട്രക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫൈയിങ് ദ കൺസ്ട്രക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Before creating a test, you must clearly define what psychological trait, behavior or ability you intend to measure. നിങ്ങൾ ഒരു കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക ഏത് സൈക്കോളജിക്കൽ ട്രെയ്റ്റ് ആണ്, ബിഹേവിയർ ആണ്, എബിലിറ്റി ആണ് നിങ്ങൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതാണ് നമ്മളുടെ സ്പെസിഫൈങ് ദ കൺസ്ട്രക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏത്, നിങ്ങൾ എന്താണ്, ഏത് സൈക്കോളജിക്കൽ ട്രെയ്റ്റ് ആണ്, കൺസ്ട്രക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കൺസ്ട്രക്റ്റ് ഈസ് യൂഷ്വലി അബ്സ്ട്രാക്ട് ലൈക്ക് മോട്ടിവേഷൻ, ആങ്സൈറ്റി എക്സെട്ര. അപ്പം ഒരു കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി അബ്സ്ട്രാക്ട് ആണ്. അതങ്ങനെ ഡയറക്റ്റ് ഒബ്സർവബിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഒബ്സർവബിൾ അല്ലാത്ത അല്ലെങ്കിൽ വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഒരു കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ, ആങ്സൈറ്റി പോലെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പം ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്പെസിഫൈയിങ് ദ കൺസ്ട്രക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ടു എൻഷുർ ക്ലാരിറ്റി ആൻഡ് അവോയ്ഡ് മെഷറിങ് ഇറെലവൻറ്റ് ആസ്പെക്ട്സ്. അപ്പം ഒരു ക്ലാരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആസ്പെക്ട്സിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പേർപ്പസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ പേർപ്പസ്, നമ്മളുടെ ഈ ഒരു സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡിഫൈനിങ് ഗ്രീൻ ബിഹേവിയർ ആസ് ആക്ഷൻസ് ടേക്കൺ ബൈ എംപ്ലോയീസ് ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്രീൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നിങ്ങളുടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാൻ കാരണം. ഗ്രീൻ ബിഹേവിയർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതെന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കേണ്ട, ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ആയിട്ട് കണ്ടാൽ മതി. അപ്പം ഗ്രീൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അതാണ് നമ്മളുടെ സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആസ് ആക്ഷൻസ് ടേക്കൺ ബൈ എംപ്ലോയീസ് ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പം എൻവയോൺമെന്റൽ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻസ് ആണ് ഗ്രീൻ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് എന്തുമായിരിക്കട്ടെ, റീസൈക്ലിംഗ് ആവാം, കൺസേർവിങ് എനർജി ആവാം, പ്രൊമോട്ടിങ് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് ആവാം, ഇതൊക്കെയാണ് ഗ്രീൻ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് നമ്മളെ കൺസ്ട്രക്റ്റ്, അതെന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡിസൈഡിങ് ദ ടെസ്റ്റ് ഫങ്ഷൻ. ഡിസൈഡ് ദ പേർപ്പസ് ഓഫ് ദ ടെസ്റ്റ്. അപ്പം ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ടെസ്റ്റിന്റെ പേർപ്പസ് എന്ത് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് എന്ത്, അല്ലെങ്കിൽ നമ്മളുടെ ടെസ്റ്റിന്റെ ഫങ്ഷൻ എന്ത് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഈ സ്റ്റെപ്പ്. അതിപ്പം സെലക്ഷൻ ഓർ റിക്രൂട്ട്മെന്റ്, കൗൺസിലിംഗ് ഓർ തെറാപ്പി, റിസർച്ച് ഓർ ഇവാലുവേഷൻ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്? ചിലപ്പം സെലക്ഷന് വേണ്ടിയിട്ട്, ചില പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മളൊരു എംപ്ലോയ്മെന്റ് സെലക്ഷന് വേണ്ടിയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലോ തെറാപ്പി സെഷനിലോ വേണ്ടിയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പേർപ്പസ് എന്ത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ പേർപ്പസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഷേപ്പ് ദ ടെസ്റ്റ് ഫോർമാറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ഐറ്റംസ്. അപ്പം ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ടെസ്റ്റിന്റെ ഫോർമാറ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഐറ്റംസ് നമ്മൾ എടുക്കണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പ് നോക്കുന്നത്. അപ്പം ടെസ്റ്റ് ഡിസൈഡിങ് ദ ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഏരിയയിലേക്കാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അതുകൂടാതെ നമ്മളുടെ ടെസ്റ്റിന്റെ ഫോർമാറ്റ് എന്ത്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഐറ്റംസ് എന്ത് എന്നുള്ളതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു സ്റ്റെപ്പും. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഇഫ് ദ ഗോൾ ഈസ് എംപ്ലോയി സെലക്ഷൻ ഫോർ എക്കോ ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ്സ്. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ പോലെ തന്നെ അപ്പം ഒരു എക്കോ ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയി സെലക്ഷൻസ് നടത്തുന്നതെന്ന് വിചാരിച്ചു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ the test should focus on behavioral tendencies and attitude toward environment. അപ്പോൾ എൻവയോൺമെന്റിലേക്കുള്ള നമ്മുടെ ബിഹേവിയറൽ ടെൻഡൻസീസ്, ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ നമ്മളുടെ ഒരു ജനറൽ പേഴ്സണാലിറ്റി അല്ല. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു കൺസ്ട്രക്റ്റിന്റെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടെസ്റ്റ് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ത്, അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതോ ഈവൻ റിസർച്ച് നടത്തുന്നതോ ഒക്കെ ആണെങ്കിലും നമ്മളുടെ കൺസ്ട്രക്റ്റിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ടെസ്റ്റിന്റെ പേർപ്പസ് എന്ത് എന്നുള്ളത് നോക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ വെക്കുന്നത്. So, next one, choosing a method.
ഡിസൈഡ് ഹൗ ദ കൺസ്ട്രക്ട് വിൽ ബി മെഷേർഡ്. അപ്പം നമ്മൾ എടുത്ത കൺസ്ട്രക്റ്റിനെ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഏതാണ്? അതിപ്പോൾ സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനേഴ്സ് ആവാം, റേറ്റിംഗ് സ്കെയിൽസ് ആവാം, പെർഫോമൻസ് ബേസ്ഡ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ ടെസ്റ്റ് ആവാം, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആവാം. അപ്പം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കൺസ്ട്രക്റ്റിനെ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ദ മെത്തേഡ് ഷുഡ് ഫിറ്റ് ബോത്ത് ദ കൺസ്ട്രക്റ്റ് ആൻഡ് ഫങ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. അപ്പം നമ്മുടെ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് അത് ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റിനെയും ഫങ്ഷനെയും രണ്ടിനെയും ഒരേപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന മെത്തേഡ് നമ്മൾ ഉദ്ദേശിച്ച കൺസ്ട്രക്റ്റിനെയും അതിൻ്റെ ഫങ്ഷനെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ യൂസ് എ ലൈക്കേർഡ് ടൈപ്പ് സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ വേർ എംപ്ലോയീസ് റേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ഐ ആക്റ്റീവ്ലി കൺസേർവ് ഓഫീസ് റിസോഴ്സസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ ബിഹേവിയറിൻ്റെ ബേസിലാണ് നമ്മൾ എക്സാമ്പിൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യനർ ഇപ്പോൾ 5 ലൈക്കേർഡ് അല്ലെങ്കിൽ ലൈക്കേർഡ് ടൈപ്പ് സെൽഫ് ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനേഴ്സ് അവർക്ക് എംപ്ലോയീസ് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ ടൈപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഈ പേഴ്സണാലിറ്റി എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ എന്താണ്? ഡിസൈനിങ് ഐറ്റം കണ്ടന്റ്. അപ്പം ഐറ്റംസ് മസ്റ്റ് റിഫ്ലക്ട് ദ കൺസ്ട്രക്ട് ആൻഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ, ക്ലിയർ ആൻഡ് കൾച്ചറലി അപ്രോപ്രിയേറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ നമ്മൾ എന്താ ക്വസ്റ്റ്യനറിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു മെത്തേഡിൽ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? മസ്റ്റ് റിഫ്ലക്ട് ദ കൺസ്ട്രക്ട്. നമ്മൾ കൺസ്ട്രക്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രെയ്റ്റോ കൺസ്ട്രക്റ്റോ എന്തോ ആയിരിക്കട്ടെ അതിനെ റിഫ്ലക്റ്റ് ചെയ്യണം. കൂടാതെ ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ, ക്ലിയർ ആൻഡ് കൾച്ചറലി അപ്രോപ്രിയേറ്റ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം ആൻഡ് കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഐറ്റംസും ആയിരിക്കണം. സോ അത് കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ലാംഗ്വേജ് ക്ലാരിറ്റി വേണം. ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ 2 ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ. ബാലൻസ്ഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഐറ്റംസ്. പോസിറ്റീവും നെഗറ്റീവ് ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കണം. സോ ഒരു ഐറ്റം കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ കൺസ്ട്രക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റ് ആണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അല്ലെങ്കിൽ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ട് കിട്ടണം. സോ അതിൽ നമ്മൾ ലാംഗ്വേജ് ക്ലാരിറ്റി നോക്കണം, ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ബാലൻസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കണം. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ്സ് ഐറ്റംസ് ഉണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഒരു PG കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഐറ്റംസ് ഏത് ക്വസ്റ്റ്യനേഴ്സിൽ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ആയിട്ട് സിമിലർ ആയിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. So positive, I switch off unused lights in the office. Negative, I ignore recycling guidelines in my department. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഐറ്റംസ് ബാലൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കണം. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ടു ഇവാലുവേറ്റ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. പ്ലാൻ ഹൗ യു വിൽ എൻഷുർ ദ ടെസ്റ്റ് ഇസ് കൺസിസ്റ്റന്റ് ആൻഡ് അക്യുറേറ്റ് ബിഫോർ ഫൈനലൈസിങ് ഇറ്റ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് കൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ അക്യുറേറ്റ് ആണ്, ഇത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെ ഒരു ടെസ്റ്റ് കൺസിസ്റ്റന്റ് ആണ് അക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതാണ് എന്ത്? റിലയബിലിറ്റിയും വാലിഡിറ്റിയും. സോ നമ്മൾ ഹൗ യു വിൽ എൻഷുർ ദ ടെസ്റ്റ് ഇസ് കൺസിസ്റ്റന്റ് ആൻഡ് അക്യുറേറ്റ് ബിഫോർ ഫൈനലൈസിങ് ഇറ്റ്. അത് ഫൈനലൈസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് അത് കൺസിസ്റ്റന്റ് ആണ് അക്യുറേറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് എന്ത്? റിലയബിലിറ്റിയും വാലിഡിറ്റിയും എന്ന് പറയുന്നത്. Reliability ensures stability and internal consistency. അപ്പം റിലയബിലിറ്റി എന്താണ്? ഒരു ടെസ്റ്റിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇന്റേണൽ കൺസിസ്റ്റൻസി ആണ് മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വാലിഡിറ്റി എൻഷുവേഴ്സ് ദ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. അതായത് ഒരു ടെസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നതാണ് ആര്? വാലിഡിറ്റി. അപ്പം റിലയബിലിറ്റിയും ഉണ്ട് വാലിഡിറ്റിയും ഉണ്ട്. സോ എക്സാമ്പിൾ റിലയബിലിറ്റി എന്ന് പറയുന്നതിൽ കോൺബാച്ച് ആൽഫ വരുന്നുണ്ട് ഇന്റേണൽ കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ വാലിഡിറ്റിയിൽ കണ്ടന്റ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ ഉണ്ട്. സോ അപ്പം
നമ്മളുടെ ഫസ്റ്റ് PYQ എൻ്റെ ബേസിൽ നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മളുടെ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ പഠിച്ചതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും? സ്പെസിഫൈയിങ് കൺസ്ട്രക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് എന്ത് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സ്പെസിഫിക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇനി ഡിസൈഡിങ് ടെസ്റ്റ് ഫങ്ഷൻ എന്നാണുള്ളത് എന്ത് നമ്മളുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? നമ്മളുടെ ആ ടെസ്റ്റിൻ്റെ ഫങ്ഷൻ, നമ്മളുടെ പേർപ്പസ് എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. മൂന്നാമത്തത് എന്താണ്? അത് ആ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ടെസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത്. നാലാമത്തതോ ഡിസൈനിങ് ഐറ്റം കണ്ടന്റ്. അപ്പം കണ്ടന്റ് ഐറ്റം ഏതാണ് അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടന്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതാണ് എന്ത് നമ്മളുടെ നാലാമത്തെ പ്രോസസ്സ് അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അതിൻ്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 1 4 3 5 2 ആണ് നമ്മളുടെ 1 4 3 5 2. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 1 അല്ലെങ്കിൽ ഓപ്ഷൻ എ. നമ്മളുടെ PYQ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്താണ്? PYQ 2. രണ്ടാമത്തെ PYQ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ സീക്വൻസ് ടു ഡെവലപ്പ് എ സ്റ്റാൻഡർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റ് സ്റ്റാൻഡർഡൈസ്, അപ്പോൾ ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ എന്താണ്, നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അറേഞ്ച് ചെയ്തിട്ട് ഏതാണ് ഫസ്റ്റ് വരുന്നത് ഏതാണ് ലാസ്റ്റ് വരുന്നത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, പ്ലാനിങ് ആൻഡ് ഐറ്റം റൈറ്റിംഗ് വരുന്നുണ്ട്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ടെസ്റ്റിംഗ്, ടെസ്റ്റ് മാനുവൽ പ്രിപ്പറേഷൻ, നോം എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇങ്ങനെ 5 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റേഞ്ചും അതായത് അതിൻ്റെ ഒരു ഓർഡറും തന്നിട്ടുണ്ട്. അപ്പോൾ ജാനുവരി 2025 ചോദിച്ച ചോദ്യമാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസെപ്ഷ്യലൈസേഷൻ ആയിരുന്നു നമ്മളുടെ ആദ്യത്തെ സ്റ്റേജ്. അപ്പം ടെസ്റ്റ് ഡെവലപ്മെൻറ്റിന് കൺസെപ്ഷ്യലൈസേഷൻ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്. സോ രണ്ടാമത്തെ എന്താണ്? കൺസ്ട്രക്ഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഹിയർ ദ ടെസ്റ്റ് ഇസ് ഡെവലപ്ഡ്, അഡ്മിനിസ്റ്റേർഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഓൺ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്. നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പോപ്പുലേഷൻ്റെ ഒരു സാമ്പിളിലേക്ക് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അഡ്മിനിസ്റ്റർ ചെയ്ത് അതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഇവരിലേക്ക് എത്തിക്കുന്നതാണ് എന്ത് നമ്മളുടെ കൺസ്ട്രക്ഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസ് സ്റ്റേജിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ നടക്കുന്നത്. ദിസ് എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ, സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലും സ്കോറിങ്ങിലും ഇൻ്റർപ്രിട്ടേഷനിലും വരുന്നൊക്കെ ഒരു യൂണിഫോമിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുവർ ചെയ്യുന്നുണ്ട്. സോ സ്റ്റാൻഡർഡൈസേഷൻ എൻഷുവേഴ്സ് ദാറ്റ് ദ ടെസ്റ്റ് ഇസ് സൈക്കോമെട്രിക്കലി സൗണ്ട് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺ എ ലാർജ് പോപ്പുലേഷൻ വിത്ത് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്. അപ്പം സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത് സൈക്കോമെട്രിക്കലി സെറ്റാണ്. നമ്മുടെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഒക്കെ ഇതെന്താണ്, സെറ്റാണ്. കൂടാതെ നമുക്കൊരു ലാർജ് പോപ്പുലേഷനിൽ ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന എന്ത്, പ്ലാനിങ് ആൻഡ് ഐറ്റം റൈറ്റിംഗ്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു പ്ലാനിങ് ആണ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്ന, ഒരു ടെസ്റ്റിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. അതിൽ നമ്മളുടെ നമ്പർ ഓഫ് ഐറ്റംസ്, ഡൈമെൻഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് ടു കവർ, സ്കോറിംഗ് മെത്തേഡ്. അപ്പം ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു ടെസ്റ്റിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക. അതാണ് അറ്റ്മോസ്ഫിയറിന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റംസ് വേണമെന്നുള്ളത്, നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, കൂടാതെ ഏത് സ്കോറിംഗ് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത്, ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് നമ്മളുടെ പ്ലാനിങ് ആൻഡ് ഐറ്റം റൈറ്റിംഗിൽ പറയുന്നത്. സോ then write a large pool of items, usually more than needed to allow later elimination. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലാർജ് പൂൾ എന്ന് പറയുമ്പോൾ കുറേ ഐറ്റംസ് നമ്മൾ ഉദ്ദേശിക്കാൻ മീൻസ് കൺസ്ട്രക്റ്റിന് വേണ്ടിയിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്ത് വെക്കാണ്. കൂടുതലും നമുക്ക് വേണ്ടതിനെക്കാട്ടും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. പിന്നീട് അത് എലിമിനേറ്റ്, നമ്മളുടെ നീഡ് അനുസരിച്ച് അത് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക.
സോ നമ്മളുടെ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? എൻഷുവേഴ്സ് കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ കൺസ്ട്രക്ട്. നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രിയേറ്റ് 50 ഐറ്റംസ് മെഷറിംഗ് എൻവയോൺമെന്റൽ അവയർനെസ്, റീസൈക്ലിംഗ് ഹാബിറ്റ്സ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. അപ്പം ഈ എല്ലാ ഫാക്ടേഴ്സും കവർ ചെയ്ത് പോകുന്ന ഒരു 50 ഐറ്റംസ് നമ്മൾ, അല്ലെങ്കിൽ ഇത് കുറേ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. സോ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ. കണ്ടക്ട് എ പൈലറ്റ് സ്റ്റഡി വിത്ത് എ സ്മോൾ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. അപ്പം നമ്മളുടെ സാമ്പിളിൽ, നമ്മുടെ പോപ്പുലേഷൻ്റെ വളരെ ചെറിയൊരു സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റഡി നടത്തണം. സ്മോൾ സാമ്പിളിൽ നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തി നോക്കുന്നതാണ് എന്ത്, പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ അത് നമ്മളെ ഐറ്റംസിനെ കുറച്ചും കൂടി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ആംബിഗ്വസ് ആയിട്ടുണ്ടോ, വളരെ എളുപ്പമുള്ളോ, ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ള ഐറ്റത്തിനൊന്നും എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നോക്കുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. കണ്ടക്ട് ഐറ്റം അനാലിസിസ്. അപ്പം ഐറ്റം അനാലിസിസ് ആണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇതിൽ ഡിഫിക്കൽട്ടി ഇൻഡെക്സ്, ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് വരുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? റിഫൈൻ ഐറ്റംസ് ആൻഡ് ഇംപ്രൂവ് ക്ലാരിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ്. അപ്പം നമ്മളുടെ ഐറ്റംസിനെ, നമ്മളുടെ ക്വസ്റ്റ്യൻസിനെ ഒന്ന് റിഫൈൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ക്ലാരിറ്റിയും എഫക്റ്റീവ്നെസ്സും സ്പെസിഫിസിറ്റിയും ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് റിമൂവ് ഐറ്റംസ് ദാറ്റ് ഓൾ റെസ്പോണ്ടൻസ് ആൻസർ ദ സെയിം വേ ഓർ റിവൈസ് ഐറ്റംസ് മിസ്അണ്ടർസ്റ്റുഡ് ബൈ ദ പാർട്ടിസിപ്പൻസ്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ രീതിയിൽ ആൻസർ ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിമൂവ് ചെയ്യുകയും കൂടാതെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അതിനെ ഒന്ന് റിവൈസ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ നമ്മളുടെ പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ് നടക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എന്താണ്? റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ടെസ്റ്റിംഗ്. ആഫ്റ്റർ റിഫൈനിങ് ദ ഐറ്റംസ് ടെസ്റ്റ് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ്. അതായത് ഐറ്റംസ് റിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. സോ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ടെസ്റ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ടെസ്റ്റ് റീടെസ്റ്റ് വരുന്നുണ്ട്, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി വരുന്നുണ്ട്, ക്രോൺബാസ് ആൽഫ റിലയബിലിറ്റി വരുന്നുണ്ട്. വാലിഡിറ്റി പറയുമ്പോൾ കണ്ടന്റ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ഒക്കെ വരുന്നുണ്ട്. സോ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. നമ്മളുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് എന്താ? എൻഷുർ ദ ടെസ്റ്റ് പ്രൊഡ്യൂസസ് കൺസിസ്റ്റന്റ് റിസൾട്ട്സ് ആൻഡ് മെഷേഴ്സ് ദ ഇൻറ്റൻഡഡ് കൺസ്ട്രക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ടെസ്റ്റിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതാണ് ആ കൺസ്ട്രക്ട് അല്ലെങ്കിൽ നമ്മുടെ ഐറ്റംസ് മെഷർ ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് എന്ത്, നമ്മളെ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ടെസ്റ്റിങ്ങിൽ നടക്കുന്നത്. സോ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോൺബാച്ച് ആൽഫ ഇന്റേണൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലയബിലിറ്റി മെത്തേഡാണ് ക്രോൺബാച്ച് ആൽഫ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടെസ്റ്റ് റീടെസ്റ്റോ അല്ലെങ്കിൽ വാലിഡിറ്റി, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി, ഇതെല്ലാം തന്നെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നോം എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അഡ്മിനിസ്റ്റർ ദ ഫൈനൽ വേർഷൻ ടു എ ലാർജ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ടു എസ്റ്റാബ്ലിഷ് നോംസ്. അപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ നമ്മളൊരു ലാർജ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിലേക്ക് എന്ത് ചെയ്യാണ്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. സോ ഇവിടെ നമ്മൾ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പെർസെൻറ്റൈൽ, ടി സ്കോർസ് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ടു ഇൻ്റർപ്രറ്റ് ഇൻഡിവിജ്വൽ സ്കോർസ് റിലേറ്റീവ് ടു ദ പോപ്പുലേഷൻസ്. ഇവിടെ നമുക്ക് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കോർസ് എങ്ങനെ നമ്മളുടെ പോപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ സ്കോർസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? അലൗസ് മീനിങ് ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ സ്കോർസ്. നമുക്ക് കിട്ടുന്ന സ്കോർസിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നതോ, ആൻ എംപ്ലോയി സ്കോറിംഗ് 80th percentile ഓൺ ഗ്രീൻ ബിഹേവിയർ ഇസ് പെർഫോമിംഗ് ബെറ്റർ ദാൻ 80% ഓഫ് പിയേഴ്സ്. അപ്പം നമുക്കിപ്പം 80th percentile ഒരാൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ പോപ്പുലേഷൻ കണ്ടക്ട് ചെയ്തതിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അവർ ബാക്കിയുള്ള പിയേഴ്സിന് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടും 80% ബെറ്റർ ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് മാനുവൽ പ്രിപ്പറേഷൻ ആണ്. സോ
പ്രിപ്പയർ എ മാനുവൽ ഓർ ഡോക്യുമെന്റേഷൻ കവറിങ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മാനുവൽ അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നതാണ് ടെസ്റ്റ് മാനുവൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്താണ്, പേർപ്പസ് ആൻഡ് റാഷണൽ ഓഫ് ദ സ്റ്റഡി. നമ്മളുടെ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡിയുടെ പേർപ്പസും റാഷണലും ഒക്കെ എന്ത് ചെയ്യാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്കോറിംഗ് സിസ്റ്റംസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളും റിലയബിലിറ്റിയും വാലിഡിറ്റിയും അങ്ങനെ നമ്മൾ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മുതൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതാണ് എന്ത്, ടെസ്റ്റ് മാനുവൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, എൻഷുവേഴ്സ് യൂണിഫോം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ബൈ അതർ സൈക്കോളജിസ്റ്റ്. ബാക്കിയുള്ള സൈക്കോളജിസ്റ്റിന് ഇത് യൂണിഫോം ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളുടെ രണ്ടാമത്തെ PYQ ആയിട്ടുള്ള ഒരു സീക്വൻസിൽ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് തന്നിരുന്നത്. പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ, പ്ലാനിങ് ആൻഡ് ഐറ്റം റൈറ്റിംഗ്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ടെസ്റ്റിംഗ്, ടെസ്റ്റ് മാനുവൽ പ്രിപ്പറേഷന്, നോം എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പം നമ്മളുടെ ആൻസർ എങ്ങനെയാണ് വരുന്നത്, പ്ലാനിങ് ആൻഡ് ഐറ്റം റൈറ്റിംഗ് ആണ് ഫസ്റ്റ് വരുന്നത്. പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, പിന്നെ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ടെസ്റ്റിംഗ് വരുന്നുണ്ട്. ദിസ് ഈസ് ദ ഫോർത്ത് വൺ ആൻഡ് ദിസ് ഈസ് ദ ഫിഫ്ത്ത് വൺ. സോ നമ്മളുടെ ആൻസർ എന്താ വരുന്നത്, BACED ഓപ്ഷൻ 3. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 PYQ അനാലിസിസ് ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഡെവലപ്മെൻറ്റ്, കൺസെപ്ച്വലൈസേഷനും സ്റ്റാൻഡർഡൈസേഷൻ, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വാലിഡേഷൻ അല്ലെങ്കിൽ റിഫൈൻമെൻ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു.